വർഷത്തിൽ ഒരു തവണയുള്ള സാരി ഉടുപ്പും ഒരുങ്ങലും എന്തിനാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊളവാക്കണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റിന്റെ ഓണം സെലിബ്രേഷൻ ആണ്. ഇത്ര ഒരുങ്ങിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പൊട്ടിയൊക്കെ ഒലിച്ച് പോവല്ലോ ഞങ്ങൾ വിചാരിച്ച് ഓട്ടോയിൽ കയറാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴാണ് ഞങ്ങളുടെ രഘുനന്ദൻ കാറായിട്ട് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയത്. രംഗണ്ണൻ കാറ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. ഇതേ കൊണ്ട് ഡ്രോപ്പ് ആക്കിയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കും. എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരായിട്ടാണെന്ന് വന്നത്. ഇത് അനീഷേട്ടനും ഫർഷി. പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരുടെയും ഫോട്ടോ സെഷനാണ്. ഇത്ര ഒരുങ്ങി കിട്ടിയതല്ലേ, ഫോട്ടോ എടുക്കണ്ടേ, ഇൻസ്റ്റഗ്രാം ഒക്കെ അങ്ങോട്ട് നിറയ്ക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിലേക്ക് പോകും. ഇവിടെ വെച്ചാണ് കൾച്ചറൽ പ്രോഗ്രാംസും ഗെയിംസും എല്ലാം നടക്കുന്നത്. എല്ലാവരും മലയാളി മങ്കകളും മങ്കന്മാരുമായിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെയാണെന്തോ പറഞ്ഞു. ഈ എക്സ്പ്രഷൻ ഇടുന്നതാണ് ഹേമന്തേട്ടൻ. ആൾക്ക് മനസ്സിലായില്ല എൻ്റെ ഇത് യൂട്യൂബ് ചാനലിൽ വരും. ഇത് എൻ്റെ സീനിയറാണ് അനീറ്റ ഫ്രം കെനിയ. എന്ത് രസമുണ്ടല്ലേ, നമ്മളൊക്കെ മാറി നിൽക്കും സാരിയെ കൊടുത്തു കഴിഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങളെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ ഞങ്ങൾക്ക് തന്നെ തോന്നുന്നത്. ഓണമായാലും ക്രിസ്മസ് ആയാലും ആഘോഷം ഏതായാലും കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു പാട്ട് എനിക്ക് നിർബന്ധമാണ്. പാട്ടൊക്കെ കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ലെവൽ കസേരകളി ഉണ്ടായിരുന്നു. മത്സരാർത്ഥികളെ വരട്ടുക എന്നതാണല്ലോ നമ്മുടെ റോൾ ഇതിൽ. പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലെല്ലാം ഉണ്ടായിരുന്നു. ഇത് സീനിയർ ചേച്ചിമാരാണ്, അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. സാരിയെ കൊടുത്തിട്ട് ഡാൻസ് കളിക്കുന്ന കുറച്ച് ടാസ്ക്. പിന്നെ സദ്യ വിത്ത് പായസം. എൻ്റെ ഫോൺ കണ്ടപ്പോഴേ ജുമേലയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, മെറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വ്ലോഗിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ പോസ് ചെയ്തു. ഇത് പ്രേരണ മൗറീഷ്യസ് മങ്ക. സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു പരുവായി. നിദ്രയ്ക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷെ നടന്നില്ല. പിന്നെ വടംവലിയായിരുന്നു കേട്ടോ. 3 ടീമുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ടീമിനെ നറുക്കെടുത്ത് ഡയറക്റ്റ് ഫൈനലിലോട്ട് കൊണ്ടുപോയി. പടകളുടെ ടീമിലെ ഏക ആൺതരിയായിരുന്നു രഞ്ജിത്തേട്ടൻ. പിന്നെ ഉറി അടിച്ചിടുമെന്ന് വിചാരിച്ചവരൊക്കെ അടിച്ചിട്ടതും ഇല്ല. ഉറി അടിച്ചിടില്ല എന്ന് വിചാരിച്ച സുഹൈലൊക്കെ പുഷ്പം പോലെ അത് അടിച്ചിട്ടു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് യൂണിയന്റെ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയുള്ള റാമ്പ് വാക്ക് പ്രാക്ടീസ് ആയിരുന്നു കോർട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിന് കഴിവില്ലാത്തവർ ഇതും കണ്ടുകൊണ്ട് അവരെ ട്രോളിക്കൊണ്ടിരിക്കും, ലൈക്ക് മീ. അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ക്യാമ്പസിൽ 2-3 ദിവസത്തെ ഓണപ്പരിപാടിയാണ് കേട്ടോ. ഓരോ ദിവസവും വ്യത്യസ്തമായി ഒരുങ്ങണം. അങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ. ഇഷ്ട ലൈക്ക് ചെയ്യാം.